ഒരു സെൻ സന്യാസിയുടെ ജീവിതം വളരെ ലളിതവും ആഴമേറിയതും ആണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം സാധാരണ ജീവിതം പോലെ തോന്നും. പക്ഷേ ഉള്ളിൽ വളരെയധികം ജാഗ്രതയും ബോധവും ഉണ്ട്. അദ്ദേഹം ജീവിക്കുന്നത് ബോധ നിറവോടെയാണ്. അദ്ദേഹം വലിയ ആശയങ്ങളെ പിന്തുടരുന്നില്ല. ഈ നിമിഷത്തിൽ പൂർണ്ണമായും ജീവിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വിഷമിക്കുകയോ ഭാവി കാലത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയോ ചെയ്യുന്നില്ല. ഏതൊരു പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയിൽ പൂർണ്ണ ശ്രദ്ധ അർപ്പിച്ച് ചെയ്യുന്നു. സെൻ സന്യാസിയുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് സാധാരണ കാര്യങ്ങൾ നടക്കുന്നത് പോലെയാണ്. അദ്ദേഹം എഴുന്നേൽക്കുന്നു, വെള്ളം കുടിക്കുന്നു, ധ്യാനിക്കുന്നു, ജോലി ചെയ്യുന്നു. ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും പൂർണ്ണ ശ്രദ്ധയോടെ ബോധത്തോടെയാണ് ചെയ്യുന്നത്. നടക്കുമ്പോൾ നടക്കുകയാണെന്നുള്ള ബോധമുണ്ടാകുന്നു. ഇരിക്കുമ്പോൾ ഇരിക്കുകയാണെന്നുള്ള ബോധം. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുകയാണെന്നുള്ള ആ ഒരു ബോധം. അതുകൊണ്ട് തന്നെ ഒന്നിനോടും ഒട്ടലില്ലാതെയുള്ള ആ സ്വാതന്ത്ര്യം അനുഭവിച്ചാണ് അദ്ദേഹത്തിൻ്റെ ചെറിയ ലോകത്ത് അദ്ദേഹം ജീവിക്കുന്നത്. സെൻ സന്യാസിയുടെ ജീവിതത്തിൽ മൗനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സംസാരിക്കാതെ ഇരിക്കുക മാത്രമല്ല, ഉള്ളിലുള്ള ശബ്ദങ്ങളെ ശാന്തമാക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചിന്തകൾ വരും, പോകും. സന്യാസി ആ ചിന്തകളെ പിടിച്ചു വയ്ക്കില്ല. അതിനെ ഒരു സാക്ഷിഭാവത്തിൽ കാണുക മാത്രം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ മനസ്സിൽ സ്വാതന്ത്ര്യം ഉണ്ട്. സന്യാസിക്ക് വലിയ ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ ഇല്ല. അതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തുന്ന ഇല്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സന്തോഷത്തിനാണ്, ആ ശാന്തതയ്ക്കാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അദ്ദേഹം പഠിപ്പിക്കുന്നത് വാക്കുകളിലൂടെയല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശാന്തി, ലാളിത്യം, സാന്നിധ്യം, ഇതാണ് ഒരു സെൻ സന്യാസിയുടെ ഉപദേശം. സന്യാസി പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ടാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വേഷം ലളിതമാണ്, കഴിക്കുന്ന ആഹാരം ലളിതമാണ്, അദ്ദേഹം വസിക്കുന്ന സ്ഥലം ലളിതമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ സ്വാതന്ത്ര്യം ഉണ്ട്. ജീവിതത്തിൽ വരുന്ന ഒന്നിനെയും പുറത്തേക്ക് തള്ളുന്നില്ല, പിടിച്ച് വയ്ക്കുന്നില്ല. പൂർണ്ണ ശ്രദ്ധയോടെ കാണുക മാത്രമാണ് ചെയ്യുന്നത്. ആരെങ്കിലും അപമാനിക്കുമ്പോൾ തിരിച്ചൊന്നും പറയാതെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആഴത്തിൽ നിരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ അപമാനമെന്ന് പറഞ്ഞാൽ വെറും വാക്കുകളും അതിലൂടെ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളും മാത്രമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഉള്ളിലേക്ക് എടുക്കുന്നില്ല. അപമാനിക്കുന്ന വ്യക്തി ആ സമയത്ത് വളരെയധികം വേദനിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ് കരുണയോടെ സ്നേഹത്തോടെ നോക്കുക മാത്രമാണ് അദ്ദേഹം ആ സമയത്ത് ചെയ്യുന്നത്. അങ്ങനെയുള്ള
ആ ഒരു സന്യാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മനോഹരമാണ്. ശാന്തിയും സ്നേഹവും ആനന്ദവും നിറഞ്ഞ ജീവിതമാണ്. ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും ഓരോ ചുവടിലും അദ്ദേഹം ശാന്തതയുടെ ആഴങ്ങളിൽ ആഴ്ന്ന ഇറങ്ങിയാണ് ജീവിക്കുന്നത്. അതുപോലുള്ള ഒരു ജീവിതത്തിൽ സമാധാനമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്.